നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മദിനം ആയിരിക്കുന്നു. ഗുജറാത്തിലെ പോർബന്തറിലാണ് 1869 ഒക്ടോബർ മാസം 2-ാം തീയതി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഭൂജാതനായത്. കരംചന്ദ് ഉത്തംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും മകനായി മോഹൻദാസ് ജനിച്ച കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അദ്ദേഹം അഭിമാനത്തോടും വലിയ കടപ്പാടോടും കൂടെയാണ് ആ മാതാപിതാക്കളെപ്പറ്റി വിവരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെപ്പറ്റി ഇപ്രകാരം കുറിച്ചിരിക്കുന്നു. എൻ്റെ അച്ഛൻ രാജസ്ഥാൻ കോടതിയിലെ ഒരംഗമായിരുന്നു. അച്ഛൻ കുറച്ചുകാലം രാജ്കോട്ടിലും പിന്നീട് വാങ്കനറിലും പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചു. അച്ഛൻ വർഗസ്നേഹമുള്ളവനും ധീരനും സത്യസന്ധനും ഉദാരമതിയും അതോടൊപ്പം മുൻകോപിയും ആയിരുന്നു. അച്ഛന് സമ്പത്ത് കുന്നുകൂട്ടാൻ യാതൊരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞങ്ങൾക്കായി കാര്യമായൊന്നും ശേഷിപ്പിക്കാതെയാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത്. അമ്മയെപ്പറ്റി മോഹൻദാസ് ഗാന്ധി വിവരിക്കുമ്പോൾ അതിലേറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ആത്മകഥയിൽ ഇപ്രകാരം കുറിക്കുന്നു: എൻ്റെ അമ്മ ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുദ്ര ആത്മവിശുദ്ധിയുടേതാണ്. അമ്മ ആഴമേറിയ മതാത്മക ജീവിതം നയിച്ചു. തൻ്റെ പതിവ് പ്രാർത്ഥന നടത്താതെ ഭക്ഷണം കഴിക്കുന്നതിനെപ്പറ്റി അവർക്ക് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. അങ്ങനെ മാതാപിതാക്കളുടെ ജീവിതവും പ്രത്യേകിച്ച് അവരുടെ ആധ്യാത്മിക അനുദിന പ്രവർത്തനങ്ങളുമൊക്കെ തീർച്ചയായും സ്വാഭാവികമായും മോഹൻദാസ് ഗാന്ധിയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെപ്പറ്റി ഗുരുവന്ദനം എന്ന കവിതയിൽ വയലാർ രാമവർമ്മ എഴുതിയിട്ടുള്ളത് ശ്രദ്ധേയമാണ്. നിർധനർക്കായി മാത്രം പൊരുതിയ നിത്യസത്യ പ്രവാചകൻ ഗാന്ധിജി. നിർധനർക്കായി മാത്രം പൊരുതിയ നിത്യസത്യ പ്രവാചകൻ ഗാന്ധിജി. മർദ്ദകരുടെ കീഴിൽ നിന്ന് ഇന്ത്യയെ മുക്തയാക്കിയ ധർമ്മഭടാഗ്രിമൻ. മർദ്ദകരുടെ കീഴിൽ നിന്ന് ഇന്ത്യയെ മുക്തയാക്കിയ ധർമ്മഭടാഗ്രിമൻ. വിശ്വശാശ്വത പ്രേമമൂല്യങ്ങളെ വിസ്മരിക്കാത്ത ജീവിത ഗായകൻ. വിശ്വശാശ്വത പ്രേമമൂല്യങ്ങളെ വിസ്മരിക്കാത്ത ജീവിത ഗായകൻ. എവിടെ നിന്നാണ് മോഹൻദാസ് ഗാന്ധിക്ക് ഈ വിശ്വശാശ്വത പ്രേമമൂല്യങ്ങൾ ആർജിക്കാനായത്? സ്വാഭാവികമായും തൻ്റെ കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ നിന്ന്, അതോടൊപ്പം തന്നെ താൻ വളർന്നു വന്ന ആ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന്. അദ്ദേഹം തൻ്റെ ഈശ്വര വിശ്വാസത്തെപ്പറ്റി വ്യക്തമാക്കിയിരുന്നത് ഇപ്രകാരമാണ്. യങ് ഇന്ത്യ അതിൻ്റെ 3-ാം വാല്യത്തിൽ 143-ാമത്തെ പേജിൽ ഇപ്രകാരം അദ്ദേഹം കുറിച്ചു: സമസ്ത വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്ന അനിർവചനീയമായ ഒരു നിഗൂഢ ശക്തിയുണ്ട്. ആവശ്യമാണെങ്കിലും ആ ശക്തി എനിക്ക്
അനുഭവഗോചരമാണ്, ഇന്ദ്രിയങ്ങൾക്ക് അതീതവുമാണ്. ഈ വിശ്വാസത്തെപ്പറ്റി, ആ വിശ്വാസത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി മഹാത്മജി കുറിച്ചതും ഇപ്രകാരമാണ്: വായുവും വെള്ളവും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയും, പക്ഷേ ഈശ്വരനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ ആവില്ല. നിങ്ങൾക്കെൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാം, പക്ഷേ എന്നെ കൊല്ലാനാവില്ല. നിങ്ങൾക്കെൻ്റെ മൂക്ക് ഛേദിച്ചെടുക്കാം, അതുകൊണ്ടും എന്നെ കൊല്ലാനാവില്ല. എന്നാൽ എൻ്റെ ഈശ്വര വിശ്വാസത്തെ തകർത്താൽ ഞാൻ മരിച്ചതു തന്നെ. അങ്ങനെ വിശ്വാസം തൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, ആ ഈശ്വരൻ്റെ സന്തത സാന്നിധ്യം, സാമീപ്യം തനിക്ക് നഷ്ടമായാൽ, താൻ മരണപ്പെട്ടതുപോലെയുള്ള ഒരു അനുഭവമാണെന്ന് മഹാത്മജി വ്യക്തമാക്കുന്നു. അതായത് തനിക്ക് തൻ്റെ മാതാപിതാക്കളിൽ നിന്ന്, കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ലഭിച്ച ഈ ഈശ്വര വിശ്വാസമാണ് തന്നെ മുന്നോട്ട് നയിച്ച, എതിർപ്പുകളും വെല്ലുവിളികളും പ്രതിസന്ധികളും വരുമ്പോഴും ഇങ്ങനെ ധീരതയോടെ പിടിച്ചു നിൽക്കാനാകുന്ന ആ വലിയ കൃപയും കരുത്തും തൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു നൽകിയത്. മഹാത്മജി ജനിച്ചു വളർന്ന ആ ഹൈന്ദവ മത തത്വസംഹിതയിൽ നിന്ന് തീർച്ചയായും ആ കൃപ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു മതങ്ങളിലേക്ക്, വളരെ പ്രത്യേകമായി ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹം ഒത്തിരിയധികം തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ, മറ്റുള്ളവരോടുള്ള ജീവിത സമർപ്പണത്തിൽ അനുഗ്രഹവും കൃപയും, ജീവിതത്തിൽ പ്രത്യേകമായി ദർശനവും സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് മഹാത്മാഗാന്ധി പല സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. മെസ്സേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ മഹാത്മാഗാന്ധി കുറിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ദ ജെന്റിൽ ഫിഗർ ഓഫ് ക്രൈസ്റ്റ്, സോ ലവിങ്, സോ കൈൻഡ്, സോ ഫുൾ ഓഫ് forgiveness, that he taught his followers not to retaliate when abused or struck, but to show the other cheek, really attracted and captured my mind. അതായത് ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച ആ ക്രിസ്തു എൻ്റെ മനസ്സിനെ, എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്പർശിച്ചിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ ക്ഷമയും ദയയും സ്നേഹവും വിനീതഭാവവും ഒക്കെ എനിക്ക് എൻ്റെ മനസ്സിനെ, എൻ്റെ ജീവിതത്തെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്ന് ദ മെസ്സേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ 13-ാം പേജിൽ മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട്. അതായത് തന്നെ തൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമർപ്പണത്തിനു വേണ്ടി മുന്നോട്ട് നയിച്ചപ്പോൾ ഈ വിശ്വാസം വളരെ പ്രത്യേകമായി കാൽവരിയിലെ ആ പരമയാഗത്തിൻ്റെ പ്രചോദനം, അനുഗ്രഹമായി മാറിയിട്ടുണ്ടെന്ന് മഹാത്മാഗാന്ധി നിസ്സംശയം പ്രസ്താവിക്കുന്നു. അദ്ദേഹം ക്രിസ്തുവിനെ വിളിച്ചിരുന്നത് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്നാണ്. അങ്ങനെ തൻ്റെ സത്യാഗ്രഹ പാതയിൽ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹനത്തിൻ്റെ പാതയിൽ തനിക്ക് പ്രചോദനമായത് ക്രിസ്തുവാണെന്ന് എടുത്തു വ്യക്തമാക്കുന്നു. അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുക മഹാനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നാണ്. പ്രത്യേകിച്ച് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക എന്നുള്ള ആ ഉദ്ധരണിയെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെ പറ്റി ഇപ്രകാരം പറഞ്ഞത്: മഹാനായ സാമ്പത്തിക
ശാസ്ത്രജ്ഞൻ എന്ന്. പ്രൊഫസർ ടോണി മാത്യു എഴുതിയ ക്രൈസ്തവ ദർശനം എന്ന പുസ്തകത്തിൽ മഹാത്മാഗാന്ധി കണ്ട ക്രിസ്തു, ഗാന്ധിജിയുടെ ക്രിസ്തു എന്ന ഒരധ്യായമുണ്ട്. അവിടെ മഹാത്മാഗാന്ധി ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യരാശിയുടെ മഹാന്മാരായ ഗുരുക്കന്മാരിൽ പ്രമുഖൻ എന്ന നിലയിൽ ഒരു ചരിത്ര പുരുഷനായാണ് ഞാൻ യേശുവിനെ കാണുന്നത്. ഒരു ക്രിസ്ത്യാനിക്കുള്ളത്ര ഭയഭക്തികളോടെ ധ്യാനാത്മകമായി അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ എന്നാൽ ആവും വിധം ഞാൻ ഗ്രഹിക്കുകയും ചെയ്തു എന്ന് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുള്ള ആ ഗിരിപ്രഭാഷണങ്ങൾ വായിച്ച് ഇങ്ങനെ ഹൃദയത്തിൽ ധ്യാനിച്ച് അത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ വിവരം അദ്ദേഹം വ്യക്തമാക്കുന്നു. സൗമ്യനായ ക്രിസ്തു ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും മഹാനായ സത്യാഗ്രഹി ആയിരുന്നു എന്നും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വ്യക്തമാക്കുന്നു. തുടർന്ന് എഴുതി, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവന് മാത്രമേ അവിടെ പ്രവേശിക്കാനാകൂ. ഗിരിപ്രഭാഷണമാണ് ക്രിസ്തുവിനെ എനിക്ക് കൂടുതൽ പ്രിയങ്കരനാക്കിയത്. ഗിരിപ്രഭാഷണം എന്നും എനിക്ക് സത്യം തന്നെയായിരിക്കും എന്ന് ഗാന്ധിജി എഴുതുന്നു. അങ്ങനെ രാഷ്ട്രീയക്കാർക്കിടയിലെ രാജകുമാരൻ എന്ന് തന്നെ പ്രചോദിപ്പിച്ച ആ ക്രിസ്തുവിൻ്റെ ജീവിതം വ്യക്തമാക്കിക്കൊണ്ട് മഹാത്മാഗാന്ധി എഴുതുന്നു. യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മത്തായിയുടെ സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണങ്ങളെപ്പറ്റി അദ്ദേഹം പ്രത്യേകിച്ച് തൻ്റെ സഹന സമരത്തിൽ എപ്രകാരം അത് പ്രചോദനമായി എന്ന് വ്യക്തമാക്കുന്നതും ശ്രദ്ധേയമാണ്. സഹനസമരത്തിൻ്റെ ശരിയും മൂല്യവും ബോധ്യപ്പെടാൻ പാകത്തിന് എൻ്റെ ചേതനയെ ഉണർത്തിയത് ബൈബിളിലെ പുതിയ നിയമമാണ്. പ്രത്യേകിച്ച് ഗിരിപ്രഭാഷണത്തിലെ ഈ വാക്യങ്ങൾ, തെറ്റു ചെയ്തവനെ വെറുക്കാതിരിക്കുക, ആരെങ്കിലും നിൻ്റെ വലത്തെ ചെകിട്ടത്തടിച്ചാൽ നീ നിൻ്റെ ഇടത്തെ ചെകിടുകൂടെ അവന് കാണിച്ചു കൊടുക്കുക, നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക, എല്ലാവരും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ തന്നെ. ഇങ്ങനെ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെപ്പറ്റി പല പ്രഭാഷണങ്ങളിലും ലിഖിതങ്ങളിലും മഹാത്മാഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരവസരത്തിൽ ഗാന്ധിജി എഴുതിയത് ഇപ്രകാരമാണ്: മതവിഭാഗപരമായി നോക്കുമ്പോൾ എനിക്ക് ഒരു ക്രിസ്ത്യാനി എന്ന് ഒരിക്കലും അവകാശപ്പെടാനാവില്ല. എങ്കിലും എൻ്റെ ലൗകികമായ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അഹിംസാ പ്രമാണങ്ങളിലുള്ള എൻ്റെ അനശ്വര വിശ്വാസം രൂപപ്പെടുത്തുന്നതിൽ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ മാതൃക സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട്. എത്ര ശ്രദ്ധേയമാണ്, മനോഹരമാണ് മഹാത്മാഗാന്ധിയുടെ ഈ വിവരണം. അദ്ദേഹം തുടർന്ന് എഴുതുന്നു: നമ്മുടെ സമസ്ത ജീവിത വ്യാപാരങ്ങളെയും സ്നേഹത്തിൻ്റെ ശാശ്വത നിയമം കൊണ്ട് നിയന്ത്രിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ യേശുദേവൻ ജീവിച്ചതും മരിച്ചതും വ്യർത്ഥമായേനെ. അങ്ങനെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പന അത് തൻ്റെ ജീവിതത്തിൽ പാലിച്ചതിൻ്റെ ആ ഉദാത്തമായ മാതൃക എന്നും പ്രചോദനമായി സ്വീകരിച്ച രാഷ്ട്രപിതാവാണ് നമ്മുടേത്. സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അദ്ദേഹം വെള്ളക്കാർക്ക് മാത്രം യാത്ര ചെയ്യുവാൻ അനുവാദമുണ്ടായിരുന്ന ഒരു തീവണ്ടിയുടെ കമ്പാർട്ട്മെൻറ്റിൽ പ്രവേശിക്കാനിടയായി. അദ്ദേഹം അങ്ങനെ
വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു വലിയ ഉയരം കൂടിയ ഒരു വെള്ളക്കാരൻ വന്ന് ഗാന്ധിജിയെ ചവിട്ടി താഴേക്ക് പുറത്തേക്കിട്ടു. അങ്ങനെ പ്ലാറ്റ്ഫോമിൽ കിടന്ന ഗാന്ധിജി ഈ വെള്ളക്കാരനെ നോക്കി ചോദിച്ചു, അങ്ങയുടെ ബൂട്ട്സ് നൊന്തുവോ, അങ്ങയുടെ കാലിന് വേദന ഉണ്ടോ എന്ന്. ആ തന്നെ ചവിട്ടി താഴെയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് എറിഞ്ഞ ആ മനുഷ്യനോട് മഹാത്മാഗാന്ധി ചോദിച്ചതാണ്. അതിലൂടെ അങ്ങനെ സഹനത്തിൻ്റെ പാതയിലൂടെ, ക്ഷമയുടെ ഒരു പ്രത്യുത്തരത്തിലൂടെ ആ മനുഷ്യനെ യഥാർത്ഥത്തിൽ പരാജിതനാക്കുകയായിരുന്നു. ആ മനുഷ്യൻ്റെ അഹന്തയും സ്വാർത്ഥതയുമൊക്കെ പരാജിതമാക്കുകയായിരുന്നു മഹാത്മാഗാന്ധി ചെയ്തത്. അപ്രകാരം പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാനുള്ള ആ വലിയ പ്രചോദനം തനിക്ക് ലഭിച്ചത് ക്രിസ്തുവിൽ നിന്നാണെന്ന് വ്യക്തമാക്കുവാൻ മഹാത്മാഗാന്ധിക്ക് മടിയുണ്ടായില്ല. തിന്മകളെ ഇല്ലായ്മ ചെയ്ത് ഈ ലോകത്തെ ശുദ്ധീകരിക്കേണ്ട ധാർമ്മിക ബാധ്യത നമുക്കോരോരുത്തർക്കുമുണ്ടെന്ന് ഊന്നിപ്പറഞ്ഞ ഗാന്ധിജി പ്രസ്തുത പ്രശ്നത്തിൻ്റെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റു വശങ്ങളിലേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: നന്മയുടെ പിന്നിൽ ഈശ്വരൻ്റെ കരങ്ങളുണ്ട്. പക്ഷേ ഈശ്വര കരങ്ങളിൽ അവ വെറും നന്മ മാത്രമല്ല. തിന്മയുടെ പിന്നിലും ഈശ്വര ഹസ്തങ്ങളുണ്ട്. പക്ഷേ അവിടെ അതൊരിക്കലും തിന്മയല്ല. നന്മ, തിന്മ എന്നിവ നമ്മുടെ അപൂർണമായ ഭാഷയാകുന്നു. ഈശ്വരനാകട്ടെ നന്മ തിന്മകൾക്ക് അതീതനും. അങ്ങനെ നമ്മെ നന്മയുടെ പാതയിലൂടെ, സ്നേഹത്തിൻ്റെ പാതയിലൂടെ കൈപിടിച്ച് നടത്തുക ഈ ഈശ്വരനുള്ള വിശ്വാസവും ആത്യന്തികമായ ഈശ്വര സാക്ഷാത്കാരവുമാണെന്ന് വ്യക്തമാക്കുന്നു. യങ് ഇന്ത്യയിൽ 1928 ഒക്ടോബർ മാസം 11 എഴുതിയ ഒരു ലേഖനത്തിൽ മഹാത്മാഗാന്ധി ഇപ്രകാരം വ്യക്തമാക്കുന്നു: ഈശ്വരൻ നമുക്ക് മനസാക്ഷി നൽകിയിട്ടുണ്ടല്ലോ. ശരി പ്രവർത്തിക്കാനും ഉള്ള ശേഷിയും നമ്മിൽ ഈശ്വരൻ നിക്ഷേപിച്ചിട്ടുണ്ട്. എൻ്റെ ജീവൻ ബലി കൊടുത്തും തിന്മയ്ക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈശ്വരനെ അറിയുകയില്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അങ്ങനെ തിന്മയെ എതിർക്കുവാൻ, നന്മയെ പുൽകുവാനാണ് നമ്മുടെ വിശ്വാസം നമ്മെ കൂടുതൽ പ്രചോദിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ നാം യേശുവിൻ്റെ പ്രബോധനം വായിക്കുമ്പോൾ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. അങ്ങനെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന ആ ക്രിസ്തുവിൻ്റെ പ്രബോധനം തീർച്ചയായും യേശുവിനെ ഏറെ പ്രചോദിപ്പിച്ചിരിക്കാമെന്ന് ഗാന്ധി ഒരു അർത്ഥനഗ്ന വായന എന്ന എസ് ഗോപാലകൃഷ്ണൻ്റെ പുസ്തകത്തിൽ ഭൂമിയുടെ ഉപ്പ് എന്ന അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. ഈ ലേഖനം എഴുതിയത് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലായിരുന്നു. അദ്ദേഹം ഈ ലേഖനത്തിൽ എഴുതി, പ്രാർത്ഥനാവേളയിൽ ഗാന്ധിജി ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 5:13 തങ്ങി നിന്നു. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിന് അതിൻ്റെ ഉവർപ്പ് നഷ്ടപ്പെട്ടു പോയാൽ അതിന് എങ്ങനെ വീണ്ടും ഉവർപ്പ് വരുത്താം? പുസ്തകം മടക്കി വച്ച് പതിതപാവന സീതാറാം എന്ന് മനസ്സിൽ പറഞ്ഞ് ഗാന്ധിജി അന്ന് കിടക്കാൻ പോയി.
കടലുകൾക്കെന്ന പോലെ ഗാന്ധിജിക്കും ഉപ്പ് അന്ന് ലാവണ്യമേകി. തുടർന്നുള്ള പ്രഭാതത്തിൽ അന്ന് 1932 മാർച്ച് 2 അതിരാവിലെ ഉണർന്ന് ഗാന്ധിജി അന്നത്തെ വൈസ്രോയിക്ക് ഒരു കത്തെഴുതി. കത്ത് ഇപ്രകാരമായിരുന്നു: ഇംഗ്ലീഷുകാർ ഈ സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നികുതി ചെലുത്തുന്നതിന് എതിരായി. അദ്ദേഹം വൈസ്രോയിക്ക് എഴുതിയതിൽ ഇപ്രകാരമാണ് എഴുതിയത്: ഇന്ത്യക്കാരൻ്റെ ശരാശരി വരുമാനം ഒരു ദിവസം 2 അണയിൽ താഴെയാണ്. അങ്ങനെയുള്ള ഈ പാവങ്ങൾ ഉപ്പുണ്ടാക്കുമ്പോൾ നികുതി ഈടാക്കുന്നത് തെറ്റല്ലേ? പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് ചരിത്രപ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹം മഹാത്മാഗാന്ധി നേതൃത്വം കൊടുക്കുന്നത്. ഈ ലേഖകൻ പറയുക, യേശുവിൻ്റെ ഉപ്പിനെ പറ്റിയുള്ള പ്രബോധനം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അങ്ങനെ ഈ ഉപ്പു സത്യാഗ്രഹം വഴി, ഈ ഉപ്പു സത്യാഗ്രഹം ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കണ്ണൂർ, പയ്യാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ നടത്തിക്കൊണ്ട് ഒരു ജനതയുടെ ആത്മവിശ്വാസം നേടിയെടുക്കുകയായിരുന്നു. അതിലൂടെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു എന്ന് ഈ ലേഖകൻ പറയുമ്പോൾ, യഥാർത്ഥത്തിൽ അതിന് പ്രചോദനമായത് ക്രിസ്തുവിൻ്റെ ഈ ഭാഷ്യം തന്നെയാണെന്നും കൂടെ വ്യക്തമാക്കുന്നു. ഗാന്ധിയുടെ കുരിശിനെ പറ്റിയുള്ള സങ്കല്പം അതീവ ശ്രദ്ധേയമാണ്. കോട്സ് ബേക്കർ എന്ന ഒരു ബ്രിട്ടീഷുകാരൻ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ ഹൃദയത്തിൽ തീർച്ചയായും ക്രിസ്തുവുണ്ട്. അതിന് മറുപടിയായി മഹാത്മാഗാന്ധി പറഞ്ഞതാണ്: ഉള്ളിൽ ക്രിസ്തുവിനെ കൊണ്ടു നടക്കുന്നവർക്ക് കുരിശേറാതെ നിവൃത്തിയില്ല. ചിലപ്പോൾ കുരിശ് അയാൾ സ്വയം പണിയും, മറ്റു ചിലപ്പോൾ അയാൾക്ക് വേണ്ടിയും മറ്റുള്ളവർ പണിയും. എങ്കിലും നിൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ ആ നീതിമാൻ്റെ പാതയിലൂടെ ചലിക്കുന്നവർക്ക് എന്നും ഈ കുരിശും ത്യാഗവും സ്വന്തമായി സ്വീകരിക്കേണ്ടി വരും. യേശു മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ആ ഭാഗം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം, യേശു 40 രാവും 40 പകലും ഉപവസിച്ചപ്പോൾ അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന്. അങ്ങനെ അപ്പത്തിനേക്കാൾ കൂടുതൽ ദൈവത്തിലുള്ള ആശ്രയത്വം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ് ജീവിതത്തിൽ കൂടുതൽ വില കൽപ്പിക്കേണ്ടതെന്നുള്ള യാഥാർത്ഥ്യമാണ് മഹാത്മാഗാന്ധി താൻ നയിച്ച നിരാഹാര വ്രതത്തിലൂടെ ലോകത്തെ എടുത്തു കാണിച്ച സന്ദേശം എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എത്രയോ പ്രാവശ്യം ഇങ്ങനെ നീതിക്കു വേണ്ടി, നന്മയ്ക്കു വേണ്ടി മഹാത്മാഗാന്ധി നിരാഹാര വ്രതമെടുത്തു. 1924 23 ദിവസങ്ങൾ നിരാഹാര വ്രതം എടുത്തിരുന്നു. 1933 28 ദിവസങ്ങൾ, 1943 18 ദിവസം, 1924 സെപ്റ്റംബർ മാസം 17-ാം തീയതി ആരംഭിച്ച 24 ദിവസം നീണ്ടുനിന്ന ആ നിരാഹാര വ്രതത്തിൻ്റെ അവസരത്തിൽ മഹാത്മാഗാന്ധി ഇപ്രകാരം കുറിച്ചു: ലോകം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചിലർ ഒരു ചിരിയോടെ, മറ്റു ചിലർ ദുഃഖത്തോടെ. നാം സാത്താന് ചെവി കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ആ നാളുകളിൽ പൊട്ടിപ്പുറപ്പെട്ട വിവിധ മതങ്ങൾ തമ്മിലുള്ള കലാപങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അപ്രകാരം ഗാന്ധിജി എഴുതിയത്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, എൻ്റെ ഉപവാസം ദൈവത്തിനും
എനിക്കുമിടയിലുള്ള ഒരേർപ്പാടാണ്. ഞാൻ ഇത്തരം കാര്യങ്ങളിൽ സുഹൃത്തുക്കളുടെ ഉപദേശം തേടാറില്ല. ഡോക്ടർമാരായ അൻസാരിയും അബ്ദുൽ റഹ്മാനും എന്നെ പരിശോധിക്കാറുണ്ട്. ദിവസേന അവർ അത് ചെയ്യുന്നു. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പത്തിനു വേണ്ടി മാത്രമല്ല. ഞാനിപ്പോൾ അനുഭവിക്കുന്ന സ്നേഹം അപ്പത്തിനേക്കാൾ എത്രയോ വലുതാണ്. തീർച്ചയായും മഹാത്മാഗാന്ധി ഈ നിരാഹാര വ്രതം തൻ്റെ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങളും കലാപത്തിനും പരിഹാരമായി, അധികാരികളുടെ മുൻപിൽ അവകാശങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇപ്രകാരം ത്യാഗമെടുക്കുമ്പോൾ അവിടെയെല്ലാം പ്രതിഫലിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആ പ്രബോധനങ്ങൾ കൂടെയാണ്. അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി പറയുന്ന വളരെ വിശിഷ്ടമായ ഒരു സന്ദേശം ഈ ഓരോ ക്രിസ്തു അനുയായിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയുക, ഒരു റോസാച്ചെടി പോലെ പരിമളം പരത്തി ജീവിക്കുക എന്നാണ്. ദ മെസ്സേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന ആ പുസ്തകത്തിൻ്റെ 38-ാം പേജിൽ മഹാത്മാഗാന്ധി കുറിക്കുന്നു, എ റോസ് ഡസ് നോട്ട് preach, it just spreads its fragrance. The fragrance is its sermon. ഒരു റോസാപ്പൂവും ഒരിക്കലും ഒരു പ്രസംഗവും പ്രഭാഷണവും നടക്കുന്നില്ല. പ്രത്യുത അതിൽ നിന്നും ഉത്ഭവിക്കുന്ന, ബഹിർഗമിക്കുന്ന ആ പരിമളമാണ് അതിൻ്റെ പ്രഭാഷണം, പ്രസംഗം. ഒരുപക്ഷേ മഹാത്മാഗാന്ധി ക്രിസ്തുവിൽ നിന്നും സ്വീകരിച്ച ആ പ്രചോദനം ഓരോ മതവിശ്വാസിക്കും ഇന്ന് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം വഴി പരിമളം പരത്തുക. മഹാത്മാഗാന്ധിയെപ്പറ്റി ജി കുമാരപിള്ള എഴുതിയ ഒരു കവിത ചൊല്ലിക്കൊണ്ട് ഉപസംഹരിക്കാം. ഏകനായി നടന്നു നീ എന്ന കവിത. ഏതു കാലമാകിലും ഏതു നേരമാകിലും ഏതു ദിക്കിലാകിലും ഏകനായി നടന്നു നീ. ബോധിഭൂവിനപ്പുറം കാവലിക്കുമപ്പുറം ഏതു ദിക്കിലാകിലും ഏകനായി നടന്നു നീ. കൂരിരുട്ടിൽ ദീപമായി കാനനത്തിൻ മാർഗമായി ജീവിതത്തിൽ ആശയായി ഏകനായി നടന്നു നീ. കൂരിരുട്ടിൽ ദീപമായി കാനനത്തിൽ മാർഗമായി ജീവിതത്തിൽ ആശയായി ഏകനായി നടന്നു നീ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ ആ ജീവിത പ്രകാശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മഹാത്മാഗാന്ധിയെപ്പോലെ നമുക്കും ഈ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്ന അന്ധകാരവും നിഴലും മാറ്റിയെടുക്കുവാൻ പരിശ്രമിക്കാം. ക്രിസ്തു പ്രചോദിപ്പിച്ച ആ ഗാന്ധിയെപ്പോലെ നമുക്കും പ്രസാദാത്മകമായ ജീവിതം നയിച്ച് പ്രകാശം പരത്തുവാൻ, തിന്മകൾ നിലനിൽക്കുന്ന അന്ധകാരം അകറ്റുവാൻ പരിശ്രമിക്കാം. ഈശ്വരൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.